അത് സുലൈമാനി കുടിച്ചാൾക്കല്ലേ എന്റെ രുചി അറിയാവുള്ളൂ. നമ്മൾ കേട്ടത് ഉസ്താദ് ഹോട്ടൽ മൂവിയിലെ ഫേമസ് സുലൈമാനി ഡയലോഗാണ്. ആ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെ ഇതേവരെ സുലൈമാനി ട്രൈ ചെയ്യാത്തവർ പോലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയതും ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സുലൈമാനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഒരു ഗ്ലാസ് സുലൈമാനിയുടെ റെസിപ്പിയാണ് ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു സോസ് പാനിലോട്ട് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് ഇതിനെ തിളപ്പിക്കണം. 1 മിനിറ്റ് ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ കടുപ്പ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാൻ ഇന്ന് ഒരു ചെറിയ ടീസ്പൂണിൻ്റെ അരഭാഗമാണ് ചേർത്തിട്ടുള്ളത്. ആ ചായപ്പൊടി ഇട്ട് 20 സെക്കൻഡോളം തിളപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആവശ്യമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അര കഷ്ണം ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ മൂടി വയ്ക്കാം. ഒരു 20 സെക്കൻഡ് മൂടി വെച്ചാൽ മതി. ആ 20 സെക്കൻഡിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ചൂടോടുകൂടി തന്നെ നല്ല ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള സുലൈമാനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. സുലൈമാനി നമുക്ക് ഡൈജഷന് നല്ലതാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്കും നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.